നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു യുദ്ധപർവം കഴിഞ്ഞ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുകയാണ്. പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇപ്പോഴിതാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗവർണർ മാറുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ തേടിയെത്തിയത്. ഒരു ഗവർണർ എന്നാൽ നയപ്രഖ്യാപനത്തിന് നിയമസഭയിൽ വരികയും സർക്കാരിന്റെ നയം അതേപടി വായിച്ചു മടങ്ങുകയും ചെയ്യുന്ന വ്യക്തി എന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആകുന്നതിന് മുൻപേ ഉള്ള ഒരു പൊതുചിത്രം. സർക്കാരുമായി കലഹിക്കാൻ നിൽക്കാതെ സഹകരണ വഴിയിൽ പോയിരുന്നവരാണ് ഇവരെല്ലാം. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ മുൻഗാമികളുടെ പാതയിൽ സഞ്ചരിച്ച വ്യക്തിയായിരുന്നില്ല. സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹിച്ച അദ്ദേഹം സർക്കാരിന്റെ പക്കൽ നിന്നും യൂണിവേഴ്സിറ്റികളുടെ അധികാരം പിടിച്ചെടുക്കുക കൂടി ചെയ്തു. സർക്കാരിന്റെ പട്ടിക തള്ളി തന്റെ ഇഷ്ടക്കാരെ നിയമിച്ച യൂണിവേഴ്സിറ്റി ഭരിക്കുവാനും ശ്രമിച്ചു അദ്ദേഹം. ഇതിന്റെ പേരിലായിരുന്നു ഇടത് സർക്കാരുമായി അദ്ദേഹം നിരന്തരം കലഹിച്ചത്. SFIക്കാർ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവരെ നിരന്തരം കലഹിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയ ഗവർണറാണ് ഒടുവിൽ കേരളം വിടുന്നത്. ഇനി ബീഹാറിലാണ് അദ്ദേഹത്തിന്റെ തട്ടകം. ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം അംഗീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യ വെടിപൊട്ടിച്ചത്. പിന്നീട് കണ്ണൂർ VC-ആയി. ഡോക്ടർ ഗോവിന്ദ രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച നിയമസഭയിൽ നിന്ന് മടങ്ങിപ്പോയി. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറായി വരുന്നത്. ആർലേക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുപ്പമുള്ള മുൻ RSSകാരൻ കൂടിയാണ്. 5 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കാണ് മാറ്റം. ജനറൽ VK സിംഗിനെ മിസോറാം ഗവർണറായി നിയമിച്ചിട്ടുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ VK സിംഗ് അതൃപ്തനായിരുന്നു. മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല മണിപ്പൂർ ഗവർണറും ഡോക്ടർ ഹരിബാബു കമ്പാട്ടി ഒഡീഷ ഗവർണറായും നിയമനം ഏറ്റിട്ടുണ്ട്. സെപ്റ്റംബർ 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് ഗവർണർ സ്ഥാനത്ത് നിന്നുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ മാറ്റം. ഗോവ നിയമസഭ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിലവിൽ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ച് വരികയായിരുന്നു അദ്ദേഹം. ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ച വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചെറുപ്പം മുതൽ RSS പ്രവർത്തകനായിരുന്നു ആർലേക്കർ. 1980കളിൽ തന്നെ ഗോവ BJPയിൽ സജീവ സാന്നിധ്യമായിരുന്നു. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കടലാസ് രഹിത അസംബ്ലി എന്ന നേട്ടം ഗോവ മന്ത്രിസഭയ്ക്ക് നൽകിയതിൽ ആർലേക്കറിന്റെ ഇടപാടിലായിരുന്നു. 2015-ൽ ഗോവ മന്ത്രിസഭ പുനർസംഘടനയിൽ ആർലേക്കർ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2021-ലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത്. പിന്നീട് 2023-ൽ ബീഹാർ ഗവർണറായി നിയമിതനായി. ഗോവയിൽ നിന്നുള്ള നേതാവായ ആർലേക്കറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിൽ BJPക്കും മോദിക്കും രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നതാണ് BJPയുടെ അജണ്ട. അതിന് ഉതകുന്ന ആൾ തന്നെയാണ് കേരള ഗവർണറാകുന്നത്. ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്ന് ആൾ തന്നെയാണ് അതിന് ഉതകുക എന്നാണ് വിലയിരുത്തൽ. അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലെ ഭിന്നത തുടരുന്നതിനിടയിലാണ് മാറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി LDF സർക്കാരുമായും നല്ല ബന്ധമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുന്നത്. തുടക്കം മുതൽ തന്നെ ഉടക്കിയും പിണങ്ങിയും അടിച്ചും പിടിച്ചുമൊക്കെ തന്നെയാണ് ഗവർണറും സർക്കാരും മുന്നേറിയത്. ബില്ലുകളിലെ ഒപ്പിടൽ തുടങ്ങി VC നിയമനം വരെയുള്ള വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും ഗവർണർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനമുണ്ടായത്. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. നിരുത്തരവാദപരമായ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നും ഗവർണർ വിമർശിച്ചിരുന്നു. SFI വിദ്യാർത്ഥി സംഘടനയല്ല, ക്രിമിനൽ സംഘടനയെന്നും ഗവർണർ ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. വിദേശ പ്രതിനിധികൾക്ക് മുന്നിൽ കേരളത്തെ അപമാനിക്കാനാണ് ശ്രമം നടന്നത്. സർക്കാരിന്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് SFIക്കാർക്ക് നന്നായി അറിയാം.
ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ചാൻസലർ എന്ന നിലയിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഗവർണർ അറിയിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഇടത് കേന്ദ്രങ്ങളിൽ ആഹ്ലാദമാണ്. കാരണം ഇത്രത്തോളം ഇടത് സർക്കാരിനെ കുഴക്കിയ മറ്റൊരു നേതാവ് ഇല്ല എന്ന് വേണം പറയാം. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെയും കടത്തിവെട്ടുന്ന വിധത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ആരിഫ് മുഹമ്മദ് ഖാൻ തലവേദനയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ഗവർണർ വരുന്നു എന്നത് സഖാക്കൾക്ക് ആവേശമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് എങ്കിൽ അതിന് നേർ വിപരീത സ്വഭാവക്കാരനാണ് കേരളത്തിന്റെ പുതിയ ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പബ്ലിസിറ്റിക്കായി മാധ്യമങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിയല്ല ആർലേക്കർ. അതേസമയം ഒരേ സമയം രണ്ട് അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായിരിക്കുമ്പോൾ തന്നെ നാഗ്പൂരിൽ RSS കേന്ദ്രവുമായി അടുത്ത ബന്ധവും ആർലേക്കറിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്താകും കേന്ദ്രത്തിന്റെ പ്ലാൻ എന്നത് വഴിയെ അറിയണം. ഗോവയിൽ നിന്നുള്ള നേതാവായ ആർലേക്കർ ഉടൻ കേരള ഗവർണറായി ചുമതലയേൽക്കുമെന്നാണ് സൂചന. RSSലൂടെ വളർന്ന നേതാവായതിനാൽ തന്നെ അച്ചടക്കമുള്ള നേതാവാണ് അദ്ദേഹം. മിതഭാഷിയാണ് വ്യക്തിത്വം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവങ്ങൾ ശരിക്കും അറിവുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഗോവയിലെ ക്രൈസ്തവ സമൂഹവുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിന്റെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെയും BJPയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് മോദിയുടെ BJPയുടെയും ലക്ഷ്യം. കറകളഞ്ഞ RSSകാരനായ ആർലേക്കർ ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. 1989 മുതലാണ് BJPയിൽ സജീവമായി പ്രവർത്തനം ആരംഭിച്ചത്. ഗോവയിൽ BJPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ ശ്രമിച്ച അദ്ദേഹം ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ, ഗോവ SC ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2014 മനോഹർ പരീക്കർ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി നിയമിതനായപ്പോൾ ആർലേക്കറിനെ ഗോവ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ ലക്ഷ്മികാന്ത പൾസേക്കറിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചത്. 2015 ഗോവ മന്ത്രിസഭാ പുനർസംഘടനയിൽ ആർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇടക്കാലം കൊണ്ട് ഗോവ സ്പീക്കറുടെ പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു. 2021 ജൂലൈ മാസത്തിലാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫെബ്രുവരിയിൽ ബീഹാറിന്റെ 29ാമത് ഗവർണറായി നിയമിതനായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ആർലേക്കർ. ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്ന് കേരളത്തിലേക്കുള്ള രാജേന്ദ്ര വിശ്വനാഥ് വരവിലൂടെ BJP ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെയാകാമെന്നാണ് വിലയിരുത്തൽ. പൊതുവെ മിതഭാഷിയായ അദ്ദേഹം അടുത്തിടെ ഒരു വിവാദത്തിലും പെട്ടിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവന മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കാർ സായുധ പോരാട്ടത്തിലേക്ക് കടന്നപ്പോൾ സ്വാതന്ത്ര്യത്തിനായി അവർ എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. ഈ അഹിംസയും സത്യാഗ്രഹവുമല്ല, ഇന്ത്യക്കാർ ആയുധമെടുത്തതാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിയത് എന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞിരുന്നു. സത്യാഗ്രഹ സമരത്തിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ ആഖ്യാനമായിരുന്നു എന്നാണ് ഗവർണറുടെ വാദം. യഥാർത്ഥ ചിത്രം പറയാൻ തനിക്ക് ഒരു ഭയവുമില്ല. ബ്രിട്ടീഷുകാരുടെ ആഖ്യാനത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ത്യക്കാരുടെ സായുധ പോരാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകർത്താക്കളുടെ പ്രസംഗങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്നും അദ്ദേഹം പറയുന്നു. ബീഹാറിലെ ഒരു പുസ്തക പ്രകാശന പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശം. എന്നാൽ മാധ്യമങ്ങളിൽ തലക്കെട്ടായത് ഒഴിച്ചാൽ കാര്യമായ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ മാധ്യമങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന കേരളത്തിലേക്കാണ് ആർലേക്കർ എത്തുന്നത്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുമെന്ന്.